തിരൂർ പൊന്നാനിപ്പുഴയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുക, ജലഗതാഗതം ത്വരിതപ്പെടുത്തുക ഉൾപ്പെടെയുള്ള ലക്ഷ്യം വെച്ചുള്ള കൂട്ടായി ലോക്ക് കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. നിർമ്മാണോദ്ഘാടനം തവനൂർ MLA KT ജലീൽ നിർവഹിച്ചു. ഉൾനാടൻ ജലഗതാഗതം എന്ന മറ്റൊരു ജലപാതയിൽ അതോടൊപ്പം തന്നെ അഭിവൃദ്ധിപ്പെടുന്നു. ആ ജലപാതക്ക് തടസ്സമായി നിൽക്കുന്ന റെഗുലേറ്ററുകളുള്ള സ്ഥലത്ത് വലിയ ബോട്ടുകൾക്ക് കടന്നു പോകാൻ ആ റെഗുലേറ്ററിനോടനുബന്ധിച്ച് ലോക്ക് കം ബ്രിഡ്ജ് നിർമ്മിക്കുകയാണ്. വലിയ ബോട്ടുകൾ വരുമ്പോൾ പാലം രണ്ട് ഭാഗത്തേക്കും മാറി നിൽക്കുകയും ബോട്ടുകൾക്ക് പോകാൻ സൗകര്യമൊരുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇതിനായി അവലംബിച്ചിരിക്കുന്നത്. നമ്മളുടെ തൊട്ടടുത്തുള്ള പൊന്നാനിയിൽ ലോക്ക് കം ബ്രിഡ്ജിന്റെ നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മളുടേത് നിർമ്മാണം ആരംഭിക്കുകയാണ്. നമ്മളുടെ റെഗുലേറ്ററിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇതോടൊപ്പം തന്നെ ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. ലോക്ക് കം ബ്രിഡ്ജ് നിർമ്മാണത്തിന് ഏതാണ്ട് 1 വർഷം എടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പശ്ചിമതീര കനാലിന്റെ ഭാഗമായ കോവളം ബേക്കൽ ജലപാതയിൽ ഉൾപ്പെടുന്ന കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപമാണ് 44.31 കോടി രൂപ ചെലവിൽ കൂട്ടായി ലോക്ക് കം ബ്രിഡ്ജ് നിർമ്മാണം ആരംഭിക്കുന്നത്. തിരൂർ പൊന്നാനി പുഴയ്ക്കു കുറുകെ മംഗലം കൂട്ടായി പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ലോക്ക് കം ബ്രിഡ്ജ് നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. ദേശീയ ജലപാത 3 പ്രഖ്യാപിക്കപ്പെട്ട കോട്ടപ്പുറം മുതൽ കോഴിക്കോട് വരെയുള്ള ഭാഗത്താണ് നിർമ്മാണം. ദേശീയ ജലപാത നിലവാരത്തിലുള്ള വെസലുകൾ കടന്നുപോകുന്ന രീതിയിൽ 14 മീറ്റർ വീതിയിൽ മെയിൻ ലോക്ക് ചേംബറും ചെറു ബോട്ടുകൾ കടന്നുപോകുന്നതിനായി 4.5 മീറ്റർ വീതിയുള്ള ചെറിയ ലോക്ക് ചേംബറുമാണ് പ്രധാന ഭാഗം. കൂട്ടായി മംഗലം റോഡിൽ ഗതാഗതത്തിനായി 4.25 മീറ്റർ വീതിയിലും 24.65 മീറ്റർ നീളത്തിലുമുള്ള പാലവും നിർമ്മിക്കും. കൂടാതെ വാച്ച്മാൻ, ജനറേറ്റർ റൂമുകൾ ഉൾപ്പെടുന്ന കെട്ടിടവും ഉണ്ടാകും. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി, പഞ്ചായത്ത് അംഗങ്ങളായ E അഫ്സൽ, PK സലീന, ഫൌസിയ നാസർ, നിഷ രാജീവ്, CM റംല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ E അജ്മൽ, കൂട്ടായി അസിസ്റ്റന്റ് എഞ്ചിനീയർ PM മുഹമ്മദ് അലി, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂർ. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.